ഇന്നലെയായിരുന്നു നടി ഉമാ നായരുടെ മകൾ ഗൗരിയുടെയും ഏറെ നാളായി പ്രണയത്തിലായിരുന്ന ഡെന്നിസിൻ്റെയും വിവാഹം. ഗൗരിയുടെയും ഡെന്നിസിൻ്റെയും വിവാഹം എല്ലാ പ്രേക്ഷകരും ഏറ്റെടുത്ത ഒന്നായി മാറി. അതിനേക്കാൾ അപ്പുറം എല്ലാവരും ഉമാ നായരുടെ സന്തോഷം തന്നെയാണ് ഏറ്റെടുത്തത്. മകൾ ഗൗരി വിവാഹിതയായി മണ്ഡപത്തിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഏതൊരമ്മയെപ്പോലെയും മരുമകൻ്റെ കൈപിടിച്ച് ഉമാ നായർ പറഞ്ഞത് മകളെ നന്നായി നോക്കണേടാ എന്ന് തന്നെയാണ്. അച്ഛനില്ലാത്ത കുട്ടികളെ പൊന്നുപോലെ വളർത്തിയ ഒരമ്മയാണ് ഉമാ നായർ. സിംഗിൾ മദറായി വളർത്തുന്നത് എന്തുമാത്രം ബുദ്ധിമുട്ടാണെന്ന് നന്നായി അറിയുന്ന ഒരമ്മ. അതുകൊണ്ട് തന്നെയാണ് മരുമകനോട് മറ്റൊന്നും തനിക്ക് പറയാനില്ലെന്നും ഇത് മാത്രമാണ് തനിക്ക് പറയാനുള്ളതെന്നും ഉമാ നായർ പറഞ്ഞത്. സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എല്ലാവരും ഈ വാർത്ത തന്നെയാണ് ഏറ്റെടുക്കുന്നത്. ആരാധകർക്കും ഇത് വളരെയധികം ഇഷ്ടപ്പെട്ടു. സോഷ്യൽ മീഡിയയിൽ നിരവധി പേർ ഏറ്റെടുക്കുന്ന വാർത്തയായി അതിവേഗം ഇത് മാറുകയും ചെയ്തു. ആരാധകർക്ക് നിരവധി പേർക്ക് ഇത് വളരെയധികം ഇഷ്ടപ്പെട്ടു എന്ന് പറയുന്നു. ഉമാ നായർ വളരെയധികം ആഡംബരമായിട്ട് തന്നെയാണ് മകളുടെ വിവാഹം നടത്തിയത്, അതിലൊരു സംശയവുമില്ല. എന്നാൽ മരുമകനെ തിരഞ്ഞെടുത്തതിൽ ഒരു അബദ്ധവും പറ്റിയിട്ടില്ല. എല്ലാവരും ഏറ്റെടുക്കുന്നൊരു വാർത്ത തന്നെയായി ഇത് മാറുകയും ചെയ്തു. പ്രേക്ഷകർക്ക് വളരെയധികം ഇഷ്ടവും പെട്ടു. ഇപ്പോൾ ഇതാ മകൾ ഇറങ്ങുന്ന സമയം മരുമകൻ്റെ കൈപിടിച്ച് ഉമാ നായർ പറഞ്ഞ വാർത്തകളാണ് സോഷ്യൽ മീഡിയയിൽ നിറയുന്നത്. അവളെ നന്നായി നോക്കണേടാമെന്ന് മരുമകനോട് മാത്രം പറഞ്ഞു. അത്രമാത്രം സ്നേഹമാണ് ശരിക്കും പറഞ്ഞാൽ ആ അമ്മയ്ക്ക് മകളോടുള്ളത്. താൻ പൊന്നുപോലെ നോക്കിയ മകളാണ്. അവൾക്ക് ഇഷ്ടമുള്ള വിവാഹമാണ്. ജാതിയും മതം ഒന്നും നോക്കാതെ അവളെ വിവാഹം കഴിപ്പിച്ചതാണ്. അവളെ പൊന്നുപോലെ നോക്കേണ്ട കടമ നിനക്കുണ്ട്. അത് എത്രയൊക്കെ ആണെങ്കിലും അത് ശരിയാണ്. അങ്ങനെ നോക്കുമെന്ന് തന്നെ ഞാൻ കരുതുന്നു. ഇതാണ് എനിക്ക് പറയാനുള്ളത്. സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേർ ഏറ്റെടുക്കുന്ന വാർത്തയായി ഇത് മാറുന്നതും ഇതുകൊണ്ടാണ്. ഉമാ നായർ അത്ര സ്നേഹത്തോടെയും സന്തോഷത്തോടെയും നോക്കിയ ഒരു കാര്യമെന്ന് തന്നെ വേണം പറയാൻ. പ്രേക്ഷകർക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടതും ഇത് തന്നെയാണെന്ന് പറയാം. ഡെന്നിസ് ആദ്യമായി പ്രണയ അഭ്യർത്ഥനയും അതുപോലെ വിവാഹം കഴിക്കണമെന്ന് വന്ന് പറഞ്ഞപ്പോൾ ഡെന്നിസിന് പ്രായം കുറവാണെങ്കിലും ആൻറ്റി എനിക്ക് ഗൗരിയെ ഇഷ്ടമാണെന്ന് നടത്തിത്തരാമോ എന്ന് വളരെ മാന്യമായി ചോദിച്ചു എന്ന് പറഞ്ഞു. പക്ഷേ അവൻ വളരെ ചെറുപ്പമായിരുന്നു. അത് ഞാൻ തടയാൻ നോക്കിയെങ്കിലും അവർ സ്ട്രോങ് ആയി തന്നെ നിന്നു. ഇന്ന് മരുമകനായിട്ടല്ല, മകനായിട്ടാണ് ഞങ്ങളുടെ വീട്ടിലേക്ക് വരുന്നത്. നല്ലൊരു മകനെ തന്നതിന് ഡെന്നിസിൻ്റെ പേരൻസിനോടും സഹോദരങ്ങളോടും ഞാൻ നന്ദി പറയുന്നുവെന്നാണ് വിവാഹത്തിന് ശേഷം ഉമാ നായർ മാധ്യമങ്ങളോട് പ്രതികരിക്കവേ സംസാരിച്ചത്. ജാതിക്കും മതത്തിനും അപ്പുറത്തേക്ക് നല്ലൊരു മനുഷ്യൻ നല്ലൊരു മനസ്സിൻ്റെ ഉടമയാണോ എന്നാണ് നോക്കേണ്ടത്. എൻ്റെ ജാതിയിലുള്ള ഒരാളെ അന്വേഷിച്ച് പിടിച്ച് ഞാൻ വിവാഹം ചെയ്തു കൂടിയത് എന്ന് കരുതുന്ന നാളെ അവർ പിരിഞ്ഞു പോയാലോ? ജാതി ഏതായാലും മതം ഏതായാലും വന്നു കയറിയാൽ നല്ലൊരു മനുഷ്യനാണോ എന്ന് മാത്രം നോക്കുക. എൻ്റെ മകനെ സ്നേഹിക്കുന്ന ആളാണോ, അവരുടെ കുഞ്ഞു കുഞ്ഞു പിഴവുകൾ മനസ്സിലാക്കുന്ന ഒരാളാണോ എന്ന് മാത്രം നോക്കുക. ടെലിവിഷൻ പ്രേക്ഷകരുടെ ഇഷ്ടനടിയാണ് ഉമാ നായർ. വ്യത്യസ്തമായ ചിന്താരീതിയൂടെ ആയപ്പോഴേക്കും ഇപ്പോൾ ഉമാ നായരുടെ മകളുടെ വിവാഹം ഇരുകയും നീട്ടി പ്രേക്ഷകർ സ്വീകരിച്ചു എന്ന് വേണം പറയാൻ. എല്ലാ താരങ്ങളും അണിനിരുന്ന വലിയൊരു താരവിവാഹം തന്നെയായിരുന്നു ഉമാ നായരുടെ മകളുടെ വിവാഹം എന്ന് വേണം പറയാൻ. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.